ചലഞ്ച് വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പേപ്പർ ഗ്ലാസസ്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വെക്കും. ഗൈസ് നിങ്ങൾ നെയ്മർ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അറിയുകയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു ബോളുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഷഫിളാക്കി എല്ലാം ചെയ്തിട്ട് ജയിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് പൈസയാണ് ഗൈസ്. ഗൈസ് ഇതിൽ 20-ൻ്റെ ഉണ്ട്, 50-ൻ്റെ ഉണ്ട്, 10-ൻ്റെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ചലഞ്ച് തുടങ്ങാം. നമ്മൾ ക്യാമറയുടെ ബാക്കിൽ നമ്മളെ വിനായകാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് സാധനം, ബോള്. നിഹാര കണ്ടില്ലേ? അപ്പോൾ നിഹാര ഇപ്പോൾ കണ്ണുകൂട്ടും. നിഹാര മനസ്സിലാക്കണം എന്നാലും ഇത് ചലഞ്ചിങ് ഗെയിം. അപ്പോൾ നിഹാര കണ്ണ് തുറക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമ്പൻസ് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര ഷഫിൾ ചെയ്താൽ മതി. നിഹാര തുറന്നോളൂ. ഗൈസ് നിഹാര ഒന്നും കള്ളക്കളി കളിച്ചിട്ടുണ്ടെന്ന് പറയണ്ടാണ്. ഗൈസ് നിഹാര എന്തോ കള്ളക്കളി കളിച്ചിട്ടില്ല. അത് ഗൈസ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്തായാലും ഇത് 3 പ്രാവശ്യം കളിക്കണം. 3 പ്രാവശ്യം ജയിച്ചാൽ പൈസ കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ 1 പ്രാവശ്യം ജയിച്ചാൽ 10 രൂപ. അതായത് ഇപ്പോൾ 10 രൂപയാണ് നിഹാരക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 റൗണ്ട് ഉണ്ട്. അപ്പോൾ 3 റൗണ്ടിലും എല്ലാത്തിനും 10 രൂപയാണ്. അപ്പോൾ ഇനി 2 റൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് 1ാമത്തെ റൗണ്ടിൽ ഇനി 2 റൗണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ 20 രൂപയാണ് കിട്ടാൻ പോകുന്നത് നിഹാരക്ക്. അപ്പോൾ നിഹാരക്ക് 30 രൂപയാണ് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി വേറൊരു ചലഞ്ച് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതൊരു ½ hour വേണമെങ്കിൽ ആകും. അപ്പോൾ ഗൈസ് നിങ്ങൾ നമ്മളൊപ്പം ഉണ്ടാവണം ഇപ്പം. അപ്പോൾ ഗൈസ് നിഹാരക്ക് ഇപ്പോൾ 10 രൂപയാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഷഫിൾ ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം നിഹാര ഈ റൂമിലുണ്ടാവില്ല. അപ്പോൾ ഗൈസ് നിഹാര അങ്ങോട്ട് പോകുന്നുണ്ട്. ഗൈസ് നിങ്ങൾ നോക്കണം നിഹാര കണ്ണനാക്കാം. ഞാൻ കുറച്ച് 60 ഡിഗ്രി ബാക്ക് ആക്കിയിട്ട് രണ്ടാളെയും നോക്കാം. നിഹാര നോക്കുന്നുണ്ടോ നമുക്ക്? ഇല്ല ഇപ്പൊ നോക്കുന്നില്ല. അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. നിഹാര വരും. നിഹാര വന്നോളൂ. അപ്പൊ ഗൈസ് നിഹാര ഏതിലാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഗൈസ് നിങ്ങൾക്ക് ആ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാം. അപ്പം ഗൈസ് നമ്മളൊന്ന് ലൈറ്റ് ഓഫ് ആക്കാം. നിഹാര ആ ലൈറ്റ് നമുക്ക് വേറെ ലൈറ്റ് ഉണ്ട്. ഇത് ഇടാം. മറ്റേത് ഓഫ് ആക്കാം. കാണുന്നുണ്ട്. അപ്പം നിഹാര പിരിയും പോയിട്ടുണ്ട്. ഇനി നിഹാര നിൽക്കേണ്ടത് ഔട്ട് ഓഫ് ഹൗസ്. വീട്ടിന്റെ പുറത്തേക്ക് പോണം. അതാണ് നിഹാര ബാ. വരുന്നുണ്ട്. ലാസ്റ്റ് ഇല്ല നിഹാര എന്തല്ലോ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ നിഹാര നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാം. നീ നമുക്ക് തുറക്കാൻ പറ്റില്ല. ഇതിലാണ് ഉണ്ടായത്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും അറിയാം നിഹാര കുട്ടി എന്തെങ്കിലും. അപ്പൊ നിഹാരക്ക് 20 രൂപ വോണ്ട്. അതെ പക്ഷെ ഇപ്പല്ല. 2 കളി കഴിഞ്ഞില്ല. ഇനി ഞാനാണ് കളിക്കാൻ പോകുന്നത്. എന്നിട്ട് രണ്ടൊക്കെ ഈക്വൽ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നിഹാര നോക്കി ഗൈസ്. അപ്പൊ നിഹാരന്റെ -1 പോയിന്റ് ഉണ്ടേ കേട്ടതില്ല. കണ്ണൻ ഫസ്റ്റ് ഇവിടെ ഇരുന്ന് കണ്ണു കൊത്തണം. ഇവിടെ ഇരുന്നിട്ട് വേഗാക്ക്. ഗൈസ് എനക്ക് മനസ്സിലായി എൻ്റെ അത്തില്ലത് എന്ന്. കണ്ണനും മനസ്സിലാകും. ആവാം ഗൈസ്. ഔട്ട് ഓഫ് ഡോർ.
ഓക്കെ കണ്ണപ്പാ. വേണമെങ്കിൽ ഡ്രോ ആവാൻ സാധ്യതയാണ് ഗൈസ്. ഇതുവരെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഔട്ട് ഓഫ് ഡോർ. അപ്പൊ ഗൈസ് നിങ്ങളിപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്തില്ല, അത് വളരെ മോശമാണ്. ഇപ്പം പോയി സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഡോർ തോന്നണം. ഓക്കെ ഗൈസ്, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അയക്കേണ്ടതാണ്. ഗൈസ് അപ്പൊ ഈ മൂന്നാമത്തെ സൈഡിൽ ഈ സൈഡിലാണ് വരുന്നത്. ഈ സൈഡിലൊക്കെ ഗൈസ് കിട്ടി 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 കിട്ടി. അപ്പോൾ ഗൈസ് ഈ ഡ്രോ ആയിട്ടുണ്ട്. അല്ല ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും ഒരു ചാൻസ് ഇല്ലു. അല്ല guys, അപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഞാനിപ്പം നമുക്ക് രണ്ടാം ഡ്രോ ആണ്. അപ്പൊ ഈ ക്യാമറയുടെ ബാക്കിൽ ഒരാളുണ്ടല്ലോ, അവർക്ക് കളിക്കണ്ടേ? കൊടുക്കാലോ ഗൈസ്. നിങ്ങൾ കമന്റ് ബോക്സിൽ വിനായക എഴുതുകൊണ്ടാണ്. ഇപ്പം വിനായക അപ്പൊ കോൺഫിഡൻസ്. കണ്ണൻ ക്യാമറയാകും. അപ്പൊ ഗൈസ് ഞാനും ശമ്പളാക്കാം. അപ്പൊ വിനായക കണ്ണ് പൂട്ടാണ്ടാണ്. ഇപ്പൊ വിനായക എവിടെയും പോയി കണ്ണു പൂട്ടിക്കോളൂ, അങ്ങോട്ട് തിരിച്ചോളൂ. അപ്പൊ ഗൈസ് വിനായക അങ്ങനെയുള്ള. അപ്പൊ നിഹാര ഷഫിൾ ചെയ്യുന്നുണ്ട് ഗൈസ്. നിഹാരേൻ്റെ ഷഫിൾ എന്ത് മോശമാണ് ഗൈസ്, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഷഫിള്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് അറിയാം വിനായക് വന്നിരിക്കുന്നു. വിനായക് ഗൈസ് വിനായക് ഏതാണ് എടുക്കുക നിങ്ങൾക്കറിയാമല്ലോ. വിനായകന് ഇപ്പൊ വിനായകന് 10 റുപ്പീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പം പുറത്ത് പോയിട്ടുണ്ട് തോന്നുന്നു. വിനായക് നോക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ആ വിനായക് നോക്കുന്നില്ല, ഒന്നങ്ങോട്ട് ഗൈസ്. വിനായക് ബാബു. അപ്പൊ വിനായക് പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇതെന്താ നമുക്ക് നോക്കാം. പിന്നെയും കിട്ടിയിട്ടുണ്ട്. 30 റുപ്യ അല്ല 20 റുപ്യാണ്. വിനായക് ഔട്ട് ഓഫ് ഡോർ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ആരാ എന്തെങ്കിലും നല്ല ഷഫിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാരും വിനായക് വന്നോളൂ. അപ്പൊ വിനായക് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനപ്പോ വിനായക് കളിക്കുന്നുണ്ട് ഗെയിമിങ്. അയ്യോ 30 രൂപ ജയിച്ചിട്ടുണ്ട് വിനായക്. അപ്പൊ ഗൈസ് വിനായക് ജയിച്ചിട്ടുണ്ട്. കാശെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് 30 അല്ല 50 കൊടുക്കാം. അതാണ് ഇതിന്റെ വിന്നർ സ്ഥാനം. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നതാണ്. സൈനിങ് ഓഫ് വിത്ത് SKV വ്ളോഗേഴ്സ്.